എനിക്ക് ഉറക്കം വരുന്നു. എൻ്റെ അടുത്ത് നിന്നും പോകല്ലേ, എനിക്കെന്തോ പേടിയാണ്. ആ കുടിലിനുള്ളിൽ അവർ ഇരുവരും മാത്രമേ ഉള്ളൂ. എണ്ണ വിളക്കിൻ്റെ പ്രകാശം അവളുടെ മുഖത്ത് തട്ടി പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. അടുത്തടുത്തിട്ടിരിക്കുന്ന 2 കയർക്കട്ടിലുകൾ അവൻ കൈകൾ തലയ്ക്ക് പിന്നിൽ വെച്ചു മലർന്നു കിടന്നു. അല്പം മാറി അവളും അവനൊന്ന് നോക്കിക്കൊണ്ട് അവൾ കണ്ണുകൾ അടച്ചു. മൈഥിലി ഉറക്കത്തിലേക്ക് വഴുതി വീണു. കുറച്ച് മണിക്കൂറിനുള്ളിൽ തന്നെ അവൾ നിറങ്ങി അവൻ്റെ അടുത്തേക്ക് വന്നു. ശ്രീറാം ഒന്ന് തല ചിരിച്ചു അവളെ നോക്കി. നല്ല ഉറക്കമാണ്. ആ നിമിഷം തന്നെ അവൾ അവനിറകെ പുണർന്നുകൊണ്ട് തല അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു. അവൻ്റെ ശരീരം ഒന്ന് വെട്ടിവിറച്ചു. കത്തിയും തൂക്കും മാറി മാറി പിടിക്കുന്നവൻ്റെ കൈക്കുള്ളിൽ ഒരു പെൺ ശരീരം. അതിൻ്റെ മാർദ്ദവം അവൻ്റെ തലയ്ക്കുള്ളിൽ ഒരു സ്ഫോടനം നടന്നു. ഒപ്പം തന്നെ കഴിഞ്ഞു പോയ നാളുകൾ അവൻ്റെ നെഞ്ചിലേക്ക് ഓടിയെത്തി. ഒരു നിമിഷം കൊണ്ട് അവളോട് തോന്നിയ ആ വികാരം അത്രയും വെറുപ്പിലേക്ക് പരിണമിച്ചു. തന്നിൽ നിന്നും അവളെ അകറ്റി കിടത്തിയിട്ട് ഒരു സിഗരറ്റിന് തീ കൊളുത്തി അവൻ കുടിലിന് പുറത്തേക്ക് നടന്നു. മൈഥിലി അപ്പോൾ മനോഹരമായ ഒരു സ്വപ്നത്തിലായിരുന്നു. വീണ്ടും അവളുടെ കുടുംബങ്ങളുമൊത്ത് കൂടിയുള്ള സന്തോഷകരമായ ആ നിമിഷങ്ങൾ. പക്ഷേ ഇനി അതൊന്നൊരു സ്വപ്നം മാത്രമായി അവശേഷിക്കുമെന്ന് അവൾക്കറിയില്ലല്ലോ. അങ്ങനെ അറിയാമായിരുന്നെങ്കിൽ അവൾ അവനൊരിക്കലും വിശ്വസിക്കുമായിരുന്നില്ല. അതേസമയം ഇന്ദ്രപ്രസ്ഥത്തിൽ വലിയൊരു ബഹളം നടക്കുകയായിരുന്നു. നവനീതും രുദ്രനും തമ്മിൽ എത്രയും മണിക്കൂറുകൾ പിന്നിട്ടിട്ടും അവളെ കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥത്തിലാണ്. ഒരു രാത്രി കഴിഞ്ഞിരിക്കുന്നു രുദ്ര. അവളവിടെ ഏത് അവസ്ഥയിലാണെന്നും ഒരു എനിക്കറിയില്ല. തലയ്ക്ക് കൈ കൊടുത്ത് സോഫയിലേക്ക് ചാഞ്ഞിരുന്നു നവനീത്. നവി, അവളെ കണ്ടുപിടിക്കുന്നത് നിന്റെ മാത്രം ആവശ്യമല്ല എന്ന സത്യം നീ മനസ്സിലാക്കണം. ഒരു തുമ്പ് പോലും അവശേഷിപ്പിക്കാതെ അവളെവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഫോഴ്സ് അത്രത്തോളം ശക്തമാണെന്ന് വേണം കരുതാൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പതിയെ പതിയെ കാത്തിരുന്നൊരു സിംഹം ഇര പിടിക്കുന്ന പോലെ അത്രയും സൂക്ഷ്മമായി അത്രയും ഗൗരവത്തോടെ വേണം അവനെ വലയിലാക്കേണ്ടത്. അതിനാദ്യം ലൊക്കേഷൻ കണ്ടെത്തണം. അവൾ നിന്നെങ്കിലും ഒന്ന് വിളിച്ചായിരുന്നെങ്കിൽ എന്ന് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. അത് കൊള്ളാം. ബിസിനസ് മാഗ്നറ്റായ രവി ചന്ദ്രശേഖരൻ്റെ മകൻ രുദ്രചന്ദ്രശേഖരന് എവിടെന്നോ പൊട്ടിമുളിച്ചു വന്ന സൂര്യവംശി ഗ്രൂപ്പിനെ ഭയമോ? അത് 30 പോലും തികയാത്ത സൂര്യവംശി ഗ്രൂപ്പിൻ്റെ തല ശ്രീരാമകൃഷ്ണ സൂര്യവംശി. നവനീതിൻ്റെ വാക്കിൽ പുച്ഛം കലർന്നു. അടുത്തിരുന്ന ഫ്ലവർ ബോട്ട് നിലത്തേക്ക് എറിഞ്ഞൊടിച്ചായിരുന്നു രുദ്രന് മറുപടി നൽകിയത്. തർക്കങ്ങളും വാക്കുപോരുകളും മുറുകിയപ്പോൾ രവി താഴേക്കുള്ള പടവുകൾ ഇറങ്ങി. അയാളുടെ മുഖത്ത് മകളെ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയായിരുന്നില്ല തെളിഞ്ഞു കണ്ടത്. ഒരു തരം പൈശാചിക ഭാവം, ക്രൂരതയിൽ മറഞ്ഞ മുഖം. രുദ്ര, എന്താണിവിടെ? ആ സ്വരം ഉയർന്നതും രുദ്രൻ ബഹുമാനത്തോടെ അല്പം മാറി നിന്നു. നവ്യത സോഫയിൽ നിന്ന് എഴുന്നേറ്റു. ഇവിടെ കിടന്ന് ചന്തപ്പിള്ളരെ പോലെ വായിക്കുണ്ടാക്കരുത് രുദ്ര. പപ്പ, ഞാൻ... രുദ്രൻ പിന്നെന്തോ പറയാൻ വന്നപ്പോൾ കൈയോർത്തി തടഞ്ഞിരുന്നു ചന്ദ്രശേഖരൻ. വേണ്ട, ഇവിടെ വച്ചൊരു തർക്കം വേണ്ട. ആദ്യം അവളെ കണ്ടെത്തട്ടെ, എന്നിട്ട് അവൻ ബാക്കി കാര്യങ്ങൾ. നവനീത്, നിന്റെ ദുഃഖം ഞാൻ മനസ്സിലാക്കുന്നു. അവളെ നമുക്ക് തിരികെ ലഭിക്കുക തന്നെ ചെയ്യും. നവനീതിൻ്റെ തോളിലൊന്ന് തട്ടി ചന്ദ്രശേഖർ. പിറ്റേന്നുണർന്നപ്പോൾ അവൾ കാണുന്നത് വെറും പായിൽ നിലത്ത് കിടക്കുന്ന റാമിനെയാണ്. അവൾ ഒരു നിമിഷം അവനെ നോക്കി നിന്നു. കനത്ത കൺപീളികൾ, നേർത്ത താടി രോമങ്ങൾ, ഉറക്കത്തിൻ്റെ ആയത്തിൽ പകുതി തുറന്ന അവൻ്റെ ചുണ്ടുകൾ, പാതി തുറന്ന ഷർട്ടിനിടയിലൂടെ കാണുന്ന നെഞ്ചിൽ തിങ്ങി നിറഞ്ഞ കറുത്ത രോമക്കാടുകൾ. മുറിയിലെ മങ്ങിയ വെളിച്ചത്തിൽ അവൻ്റെ മുഖം ഒരു മനോഹരമായ ശില്പം പോലെ മൈഥിലിക്ക് തോന്നി. ഇതുവരെ നവനീതല്ലാതെ മറ്റൊരു പുരുഷനെ ഇങ്ങനെ നോക്കി നിന്നിട്ടില്ല മൈഥിലി. എന്നാലിപ്പോൾ എന്തൊക്കെയാണ് താൻ ചിന്തിച്ചു കൂട്ടുന്നേ എന്നോർത്തവൾ പെട്ടെന്ന് റാമുറക്കത്തിലൊന്ന് അനങ്ങി. മൈഥിലി പരിഭ്രമിച്ച് പിന്നോട്ട് മാറി. പക്ഷേ അവൻ കണ്ണുകൾ തുറന്നില്ല. അവൾ വേഗം തന്നെ നോട്ടം മാറ്റി കുടിലിന് പുറത്തേക്കിറങ്ങി. മൈഥിലി കിതച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടാണ് അവിടേക്ക് അവൃദ്ധ നടന്നു വന്നത്. അവരുടെ കയ്യിലൊരു മുളക്കുട്ടയും പഴയതെങ്കിലും വൃത്തിയുള്ള ഒരു വസ്ത്രവും ഉണ്ടായിരുന്നു. അവർ തൻ്റെ കയ്യിലുണ്ടായിരുന്ന കടും ചുവപ്പ് നിറത്തിലുള്ള ഒരു പാവാടയും ബ്ലൗസും മേൽമുണ്ടും മൈഥിലിയുടെ നേരെ നീട്ടി. അത് ആ ഗോത്രവർഗത്തിലെ സ്ത്രീകൾ ധരിക്കുന്ന ഒരു തരം വസ്ത്രമായിരുന്നു. നീ പോയി അന്ത അരുവിൽ കുളിച്ചിട്ട് വാ അമ്മ. ഈ നനഞ്ഞ വസ്ത്രം ഇട്ടുകൊണ്ടിരുന്ന നിനക്കും നിന്റെ വയറ്റിലെ ആ കുട്ടി രാജാവിനും നല്ലതല്ല
പോയി നല്ല തണുത്ത വെള്ളത്തിൽ കുളിച്ചാ ഈ ക്ഷീണമൊക്കെ മാറും. അവരുടെ സംസാരം കേട്ട് അവൾക്ക് ചിരി വന്നു. തമിഴും മലയാളവും ഇടകലർത്തി പറയുന്ന പോലെ മൈഥിലി ആ വസ്ത്രങ്ങൾ വാങ്ങി. ആദിവാസി പെണ്ണുങ്ങളുടെ ആ വസ്ത്രത്തിന് കാട്ടുപൂക്കളുടെയും പുകയുടെയും മണമായിരുന്നു. ഊരിന് തൊട്ടടുത്തുള്ള ചെറിയ അരുവി ലക്ഷ്യമാക്കി മൈഥിലി നടന്നു. പാറക്കെട്ടുകൾക്കിടയിലൂടെ ഒഴുകുന്ന തെളിനീർ. അവൾ പതുക്കെ തൻ്റെ പഴയ വസ്ത്രങ്ങൾ മാറി. കീറിയ അടിപ്പാവട മാറിന് മുകളിൽ വട്ടം ചുറ്റി. ബാക്കിയുള്ള എല്ലാ വസ്ത്രവും അവൾ അയച്ചു മാറ്റിയിരുന്നു. തണുത്ത വെള്ളത്തിലൊന്ന് മുങ്ങി നിവർന്നു മൈഥിലി. നനഞ്ഞ വസ്ത്രങ്ങൾ അവളുടെ ശരീരത്തോട് ഒട്ടിക്കിടന്നു. ശരീരമൊന്ന് വൃത്തിയാക്കിയ ശേഷം അവൾ തലമെല്ലെ തോർത്തി. ശേഷം അവർ കൊടുത്ത വസ്ത്രങ്ങൾ ഇടുവാൻ ആരംഭിച്ചു. വസ്ത്രം മാറിക്കഴിഞ്ഞു. വെള്ളത്തിൽ തൻ്റെ നിഴൽ നോക്കിയപ്പോൾ അവൾക്ക് തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. താൻ തന്നെയാണോ ഇതെന്ന് അവൾ ആശ്ചര്യപ്പെട്ടു. മോഡേൺ വസ്ത്രങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുന്ന മൈഥിലി ഇട്ടിരിക്കുന്ന സാധാ വേഷം പട്ടുപാവടയും ബ്ലൗസും പോലെ തോന്നിച്ചു. അവൾക്ക് ഊരിലുള്ള ആരുടെയോ ഡ്രസ്സായിരിക്കാം അതെന്ന് അവൾ ഊഹിച്ചു. കുറച്ച് നടന്നപ്പോഴാണ് ദൂരെ മാറി അവൻ നിൽക്കുന്നത് അവൾ കണ്ടത്. റാം! അവൾ ഉറക്കെ വിളിച്ചു. അവനും തിരിഞ്ഞു നോക്കി. ഉറങ്ങി എഴുന്നേറ്റപ്പോൾ അവൾ അവിടെ കണ്ടിരുന്നില്ല. ആ അമ്മ പറഞ്ഞ് കുളിക്കാൻ പോയിന്ന്. ഇവിടുന്ന് കുറച്ചുകൂടി നടന്ന റോഡാണ്. അവൾ വീണ്ടും രക്ഷപ്പെട്ടു പോകുമോ എന്ന് തോന്നിയാണ് അവിടേക്ക് നടന്നത്. അപ്പോഴവൾ കുളി കഴിഞ്ഞ് വസ്ത്രം മാറുകയായിരുന്നു. ഒന്നേ നോക്കിയുള്ളൂ, ഒരു വട്ടം. പെട്ടെന്ന് തന്നെ അവൻ തിരിഞ്ഞു നടന്നിരുന്നു. വളരെ വേഗതയിൽ തന്നെ അവൻ്റെ അടുത്തേക്ക് അവൻ്റെ ചുവടുകൾ വെച്ചു. ചുവപ്പ് കളർ പാവടയും ഇറക്കം കുറഞ്ഞൊരു ചുവന്ന ബ്ലൗസുമായിരുന്നു അവളുടെ വേഷം. ആ ചുവപ്പ് അവളുടെ നിറത്തെ എടുത്ത് കാട്ടുന്ന പോലെ തോന്നി. റാമിപ്പോഴും എഴുന്നേറ്റ്. ഞാൻ നോക്കുമ്പോൾ നല്ല ഉറക്കായിരുന്നു. പിന്നെ എനിക്കൊന്ന് ഫോൺ ചെയ്യാൻ വല്ല മാർഗമുണ്ടോ? ആരെയും വിളിക്കേണ്ടേ? നവി. അവൻ്റെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. നവീനെ കെട്ടാൻ പോകുന്ന ആളാ. ഇന്നലെ ഞങ്ങളുടെ വിവാഹം നടക്കേണ്ടതായിരുന്നു. അപ്പോഴല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഒന്നും രണ്ടും അല്ല, 5 വർഷത്തെ പ്രണയമാണ് മൈഥിലിക്ക് നവനീതിനോട്. മൈഥിലി എന്ന പേരിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയോ? അവൻ വെറുതെ ചോദിച്ചു. ഇല്ല. ഒരു പേരിലേക്ക് എന്തിരിക്കുന്നു? നമ്മുടെ പേര് പലപ്പോഴും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കും. മൈഥിലി എന്നാൽ സീതാദേവി എന്നർത്ഥം. അവൻ അവളുടെ നേരെ തിരിഞ്ഞു നിന്നു. അവൾ മിഴികൾ ചുളിഞ്ഞുകൊണ്ട് അവനെ നോക്കി. വെറുതെ അല്ല ആ രാവണനെ കടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ എൻ്റെ നവയാണ് എൻ്റെ രാമൻ. അവന് വരും എന്നെ രക്ഷിക്കാൻ. അവന് ഞാനില്ലാതെ പറ്റില്ല. ആ രാവണനെ നിഗ്രഹിക്കാൻ വേണ്ടി എൻ്റെ നവി വരും. അത്രയ്ക്ക് ഉറപ്പുണ്ടോ? അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു. ആ ഉണ്ട്. നിങ്ങളുടെ സീതാദേവി ആരാറാം? അവളൊരു കുസൃതി ചിരിയോടെ അവനെ നോക്കി. ആ ചോദ്യം കേൾക്കാത്ത ഭാവത്തിൽ അവൻ തിരിഞ്ഞു നടന്നിരുന്നു. ഹേ റാം, ഞാൻ വെറുതെ ചോദിച്ചതാ കേട്ടോ. അപ്പോഴേക്കും അവൻ നടന്ന് ഊരിലെത്തിയിരുന്നു. റാം, ഞാൻ എൻ്റെ കഥ പറഞ്ഞ നിങ്ങൾ കേൾക്കുമോ? കപ്പയും മുളകും കഴിക്കുന്നതിനിടയിൽ മൈഥിലി അവനെ ഒന്ന് നോക്കി. നീ എപ്പോഴും ഇങ്ങനെയാണോ? അവൻ്റെ ശബ്ദം വല്ലാതെ കടുത്തു. എങ്ങനെ സംസാരിച്ചുകൊണ്ട്? ആ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സംസാരിക്കാൻ. പക്ഷെ വീട്ടിലെല്ലാവർക്കും തിരക്കല്ലേ. നവിക്ക് എപ്പോഴും തിരക്കാ. റാം, പിന്നെ ഉണ്ടല്ലോ, വീട്ടിലെന്നെ കേൾക്കാനായി ചിന്നമ്മ എന്നൊരു ചിഹ്നമുണ്ട്. അവൾക്കാണെങ്കിൽ സംസാരിക്കാനൊന്നും വയ്യ. പിന്നെ ഞാൻ പറയുന്നുണ്ട് എല്ലാം കേട്ടിരിക്കും. എങ്കിൽ ഞാൻ ചിഹ്നമാണെന്ന് കരുതിക്കോ. എനിക്കത്രയും സംസാരിക്കുന്ന ഇഷ്ടമല്ല. എനിക്ക് തോന്നി. അപ്പം നമ്മളെവിടെ പറഞ്ഞു നിർത്തിയത്? ആ, എൻ്റെ കഥ. മൈഥിലിയുടെ ഓർമ്മകൾ അല്പം പിന്നിലേക്ക് നീങ്ങി. മൈഥിലിക്ക് ഓർമ്മ വയ്ക്കുമ്പോൾ മുതൽ അവൾ ബോർഡിങ്ങിലാണ്. അവിടെ നിന്നാണ് പഠിച്ചതും വളർന്നതുമെല്ലാം. മാസങ്ങൾ കൂടുമ്പോഴോ അല്ലെങ്കിൽ അതിന് നീളയാണ് അവൾ അപ്പയും അമ്മയും കാണുന്നത് തന്നെ. എന്തുകൊണ്ടാണ് തന്നെ ബോർഡിങ്ങിൽ നിർത്തുന്നത് എന്നൊരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട് മൈഥിലി. അപ്പോഴെല്ലാം നിന്റെ സുരക്ഷ എന്ന് മാത്രം പറഞ്ഞു അവർ അവളെ വീട്ടിലേക്ക് വരുന്നതിൽ നിന്നും തടയും. സത്യം പറഞ്ഞ് മടുത്തു പോയിരുന്നു മൈഥിലി. ആരുമായും കൂട്ടില്ല. അതിൽ നോക്കി അവളെ വിലക്കിയിരിക്കുകയാണ്. ആ സമയമാണ് നവനീതിനെ അവൾ പരിചയപ്പെടുന്നത്. മൈഥിലി +1 പഠിക്കുന്ന കാലം. അന്ന് യൂത്ത് ഫെസ്റ്റിവൽ ഇനാഗ്രേഷൻ വന്നത് അവളുടെ പപ്പ രവി ചന്ദ്രശേഖർ തന്നെയായിരുന്നു. കൂടെ യുവ ബിസിനസ്മാൻ നവനീതും. അവനന്ന് 25 വയസ്സ്. ഇനാഗ്രേഷൻ കഴിഞ്ഞതും അവനെ തന്നോട് ചേർത്ത് നിർത്തി ചന്ദ്രശേഖർ മൈഥിലിക്ക് അവനെ പരിചയപ്പെടുത്തുകയായിരുന്നു. മിലി, ഇതാ നവനീത്. ഞാൻ ഇവനെ നവിയെന്ന് വിളിക്കും. മൈഥിലിക്ക് ദേഷ്യം വന്നു. തന്നെയല്ല ഇങ്ങനെ പരിചയപ്പെടുത്തേണ്ടത്. അതിന് പകരം
ആ ഇഡിയറ്റിനെ ചേർത്ത് പിടിച്ചിരിക്കുന്നു പാപ്പ. ഇനാഗ്രേഷൻ കഴിഞ്ഞു ചന്ദ്രശേഖരൻ പോയപ്പോഴും നവനീത് പോയിരുന്നില്ല. ഏയ് മിനി, ദേഷ്യത്തോടെ തിരിഞ്ഞു നിൽക്കുന്നവൾ ഉറക്കെ വിളിച്ചു നവനീത്. എൻ്റെ പേര് മൈഥിലി എന്നാ. മിലി എന്നെൻ്റെ പപ്പയും ഏട്ടനും മാത്രം വിളിക്കുന്നു, മറ്റാരും അങ്ങനെ വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഓക്കെ മൈഥിലി, തൻ്റെ ചിരി കാണാൻ നല്ല ഭംഗിയുണ്ട്, താങ്ക്സ്. ദേഷ്യത്തോടെ പറഞ്ഞ് നടന്നു പോകുന്നവളെ നോക്കി നിന്ന് നവനീത്. അന്ന് ഹോസ്റ്റലിൽ ചെന്ന് ബെഡിലേക്ക് കമിഴ്ന്ന് കിടന്നു മൈഥിലി. വീട്ടിലാർക്കും തന്നോട് സ്നേഹമില്ലേ എന്നവൾ ചിന്തിച്ചു. താൻ അവർക്ക് വെറുമൊരു അതിഥി മാത്രമാണ്. മൈഥിലിയുടെ കണ്ണിൽ നിന്നും കൂടുകൂടാന്ന് കണ്ണീർ ചാടി. മൈഥിലി, കുട്ടിക്കൊരു കോളുണ്ട്. ചിലപ്പോൾ രുദ്രേട്ടനായിരിക്കും, കാരണം വൈകുന്നേരം സമയങ്ങളിൽ മൈഥിലിയെ വിളിക്കാറുള്ളത് രുദ്രൻ മാത്രമാണ്. അവൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് താഴേക്ക് ചെന്നു. ഹോസ്റ്റലായതിനാൽ അവിടെ മൊബൈൽ അലൗഡ് അല്ല. അതുകൊണ്ട് തന്നെയാണ് മേട്രൻ്റെ ലാൻഡ് നമ്പറിലേക്കാണ് വീട്ടുകാർ വിളിക്കുക. അവൾ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ, രുദ്രേട്ടനാണോ? എന്ത്, രുദ്രൻ മാത്രമേ ഇളയെ വിളിക്കാറുള്ളൂ. അപരിചിതമായ ഒരു പുരുഷ ശബ്ദം കേട്ട് അവൾ ഞെട്ടിപ്പോയി. ആരാ? എൻ്റെ പേര് നവനീത്. അടുപ്പുള്ളവർ എന്നെ നവ്യ എന്ന് വിളിക്കും, തനിക്ക് എന്നെ എങ്ങനെ വിളിക്കാൻ ഇഷ്ടം? മൈഥിലി ഒന്ന് പകച്ചു. അവൾ എന്താ പറയേണ്ടത്? നാളെ ഈ സമയത്ത് വിളിച്ചാൽ എന്നോട് സംസാരിക്കുമോ? അവൾ അറിയാതെ തന്നെ തലയാട്ടി. എങ്കിൽ വെച്ചോട്ടെ, ഒരുപാട് ജോലിയുണ്ടെന്നേ. അതിനിടയിൽ സമയം കണ്ടെത്തിയ തന്നെ വിളിക്കുന്നേ. എന്തോ ആദ്യം കണ്ടപ്പോൾ തന്നെ കുഞ്ഞുമുഖൻ്റെ നെഞ്ചിലങ്ങ് പതിഞ്ഞുപോയി. ഞാൻ വിളിക്കാട്ടോ. കോൾ കട്ടായി. മിനിറ്റുകൾ കഴിഞ്ഞപ്പോഴേക്കും മൈഥിലി റിസീവർ പിടിച്ചുകൊണ്ട് അങ്ങനെ അങ്ങ് നിന്നു. അവളുടെ പ്രണയത്തിൻ്റെ തുടക്കം. ഓരോ ദിവസവും അവളെ തേടി അവൻ്റെ കോളുകൾ വന്നുകൊണ്ടേയിരുന്നു. പതിയെ പതിയെ മൈഥിലി അവളിൽ ആകൃഷ്ടയായി. ഒരു ദിവസം സംസാരിക്കാതിരുന്നാൽ ഭ്രാന്തി പിടിക്കുന്ന പോലെ അവളുടെ ലോകം അവനിലേക്ക് മാത്രമായി ചുരുങ്ങി. സ്നേഹം എന്തെന്നറിയാതെ വളർന്നവൾക്ക് അവൻ നൽകിയ സ്നേഹം അമൃതത്തിന് തുല്യമായിരുന്നു. +1 +2 ശേഷം മൈഥിലി കോളേജിൽ ചേർന്നു. BCom ആണ് അവൾ തിരഞ്ഞെടുത്ത സബ്ജക്റ്റ്. അതിനുശേഷം പപ്പയെപ്പോലെ ബിസിനസ് ഫീൽഡിൽ ഇറങ്ങാൻ അവൾ ആഗ്രഹിച്ചു. പഠനത്തോടൊപ്പം പ്രണയവും തുടർന്നു. ഒടുവിൽ 18 വയസ്സ് തികഞ്ഞു. തൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ നടത്തിയ അന്ന് അവൾ തൻ്റെ പ്രണയം ചന്ദ്രശേഖരന് മുന്നിൽ വെളിപ്പെടുത്തി. മാലിനിക്കും സന്തോഷം. കൂടെ രുദ്രനും തൻ്റെ പെങ്ങൾ കണ്ടുപിടിച്ച് എന്തുകൊണ്ടും ചേരുന്നൊരു ബന്ധം തന്നെ. അങ്ങനെ വാക്കാൽ അവരുടെ വിവാഹം ഉറപ്പിച്ചു. മൈഥിലിക്ക് 21 വയസ്സ് തികയുന്ന അന്ന് നവനീതും മൈഥിലിയും തമ്മിലുള്ള വിവാഹം നടക്കും. എല്ലാവർക്കും സന്തോഷം. മൈഥിലിക്ക് അതിൻ്റെ ഇരട്ടി സന്തോഷം. വിവാഹത്തിന് പപ്പ സമ്മതിക്കില്ല എന്ന് തന്നെ കരുതിയവൾ. കാരണം അവർ തമ്മിലുള്ള പ്രായ വ്യത്യാസം തന്നെ. നവനീത് അവളേക്കാളും 10 വയസ്സ് മൂത്തതാണ്. പക്ഷെ ആർക്കും അതൊരു വിഷയമായിരുന്നില്ല. ആ രാത്രി തന്നെയാണ് നവി അവളെ പിന്നിൽ നിന്നും ഇറക്കി പുണർന്നത്. മൈഥിലി ഒന്ന് ഞെട്ടിപ്പോയി. നവി, എല്ലാവരും ഉറക്ക, അവൾ പിടഞ്ഞുകൊണ്ട് പറഞ്ഞു. ഉറങ്ങട്ടെ, അതിലെ ഞാനിങ്ങോട്ട് വന്നത്. സത്യം പറഞ്ഞ് എനിക്ക് നിന്നെ കാണുമ്പോൾ വല്ലാത്ത കൊതിയാണ്. അതൊന്നും ഇപ്പം വേണ്ട, വിവാഹം കഴിയട്ടെ. എന്ത് വേണ്ടെന്ന? അവൻ്റെ സ്വരത്തിൽ കുറുമ്പ് നിറഞ്ഞതും അവൾ പരിഭ്രമത്തോടെ മുഖം കുനിച്ചു. എൻ്റെ മിലയ്ക്ക് ഇത്രയും നാണം ചീരില്ല കേട്ടോ. നവനീത് അവളുടെ കാതോരം അത് പറഞ്ഞതും മൈഥിലൊന്ന് പിടഞ്ഞു പോയി. ഇങ്ങനെ കിടന്ന പിടയല്ല പെണ്ണി, ഞാൻ അറിയാതെ എന്തെങ്കിലും ചെയ്തു പോകും. അതോടെ ആ പിടച്ചിലങ്ങ് നിന്നു. പൊക്കോ നവി, ആരെങ്കിലും കാണും. പോവാ, പക്ഷെ അതിനു മുമ്പ്. അവൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ ഒറ്റക്കറക്കിന് അവളെ തനിക്ക് നേരെ നിർത്തിയിരുന്നു. ഞൊടിയിടയിൽ അവളുടെ ചൊടികളെ കവർന്നെടുക്കുമ്പോൾ അപ്രതീക്ഷിതമായ ആ നീക്കത്തിൽ മൈഥിലൊന്ന് പകച്ചു. ഒപ്പം തന്നെ അവന് ഊക്കൂടെ തള്ളി മാറ്റി. ഞാനൊന്ന് തൊട്ടപ്പോൾ നിനക്ക് നടിത്ര പൊള്ളാൻ. പെട്ടെന്നുണ്ടായ അവൻ്റെ ഭാവപകർച്ചയിൽ മൈഥിലൊന്ന് ഞെട്ടി. അവളുടെ കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞു.